പിയോ എന്നെ കൊച്ചാക്ക്. പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതേ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിൾ നിങ്ങളല്ലേ ആഫീസർ, ഇതങ്ങ് നന്നാക്കി കൊടുക്കി. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ എനിക്ക് സർപ്രൈസാ, എനിക്ക് താങ്ങാനുള്ള ശക്തിയുണ്ട്. Sheets right off the corner of the mattress that you stole from your roommate back in Boulder. We ain't never getting older. We ain't never getting older. ഹലോ എവറിബഡി, വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു കുട്ടി പട്ടാളങ്ങളും കുഞ്ഞു കുഞ്ഞു പീക്കിരികളൊക്കെ ഓടി നടക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കും അറിയില്ല, ഡയറക്ടറിനും അറിയില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ എന്തായാലും സംഭവിച്ചിരിക്കും. ഇന്നലെ 2 അടിപൊളി ഗസ്റ്റുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ വളരെ എക്സൈറ്റഡ് ആണ്. കുട്ടികളോടൊപ്പം അവർ ഉറങ്ങാനായിട്ട് റെഡിയാണ്, ഭക്ഷണം കഴിക്കാനായിട്ട് റെഡിയാണ്, അവരുടെ കൂടെ കളിക്കാനും ഡാൻസ് കളിക്കാനും ഫുൾ അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുറകിൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ് I have to invite each and everybody to one more amazing episode of Eastern Katturumbu Kurthakeda Unlimited, co-powered by Sumix Kids Wear. ഞാൻ പറഞ്ഞു 2 സെലിബ്രിറ്റീസ് ഉണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവരാരാണെന്ന്. പക്ഷെ കണ്ടിട്ടില്ലെങ്കിൽ I have to tell you one more time. രാജൻ പി ദേവ് എന്ന് പറയുന്ന ഒരു വലിയ നടൻ, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആ നടൻ്റെ മകനായ ഉണ്ണി പി ദേവും, പിന്നെ ഇനി എല്ലാവർക്കും പ്രിയപ്പെട്ടവളാകാൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വളർന്നു വരുന്ന ഒരു യുവ നടിയാണ് മാനസ രാധാകൃഷ്ണൻ. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ബോത്ത് ഓഫ് ദം ഓൺ ടു ദ സ്റ്റേജ്. ഇന്ന് അവരൊരു പാട്ടൊക്കെ പാടാൻ റെഡി ആയിട്ടാണ് വരുന്നത്. സോ പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. അത് എനിക്കിഷ്ടമാണ്. പീസ് എന്നല്ലേ കാണിച്ചത്. നിങ്ങൾ രണ്ടുപേരും നന്നായി പാട്ട് പാടുന്ന ഞാൻ ഇന്നലെ ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു. ഞാൻ അറിഞ്ഞത് നിങ്ങൾ സെറ്റില് ഫ്രീ ടൈമിൽ പാട്ട് പാടുന്ന ആളുകളായിരുന്നു എന്നാണ്. അന്താക്ഷരി കണ്ടില്ലേ? നമുക്ക് അന്താക്ഷരി തുടങ്ങാം. ഓക്കെ, ആദ്യം കുട്ടി പാടും. 1 2 3 സ്റ്റാർട്ട്. ഉണ്ണിച്ചേട്ടൻ പാടും. അതവളങ്ങ് തീരുമാനിച്ചു. ബാക്കി ഉണ്ണിച്ചേട്ടൻ പൂ പൂ വാ വാ വെച്ചിട്ടൊരു പാട്ട് പാടിക്കോളൂ. വരൽ മഞ്ഞളാടിയ രാവിന്റെ മാറിൽ. കറക്റ്റ്. എന്തായാലും നന്നായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല എനർജി ഉള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് വലുതാകുമ്പോ എന്താവണമെന്ന് ആഗ്രഹം? ഇത് ഞാൻ എന്റെ കട്ടുറുമ്പുകളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് യൂസ് ടു ആയിപ്പോയി. നിങ്ങളിപ്പോൾ ഓൾറെഡി വലിയ കുട്ടികളാണ്, പക്ഷെ ഫ്യൂച്ചറിൽ എന്താവണമെന്നാണ്, എന്താണ് വാട്ട്സ് യുവർ അൾട്ടിമേറ്റ് ഗോൾ ആൻഡ് എയിം ഇൻ ലൈഫ്? എനിക്ക് ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡാഡിച്ചനെ പോലെ തന്നെ ആവണം, വലിയൊരു നടനാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. Then that will be legendary, അല്ലേ? I think your dad is unique and I think you also have a uniqueness about you. There is something. ഇവിടെ എത്രയോ പേര് വന്നു പോയിട്ടുണ്ട്, പക്ഷേ you have a very good energy, like very humble ആണ്, very down to earth, and I like that. Always be this way. Yes. ഇനി മാനസയെടുത്ത് ചോദിക്കാം, what is your dream in life? ഞാനിപ്പോ 12th കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് പോയി ചേർന്നു. പാസ് ആവണം അല്ലേ? അതാണ് എനിക്ക് എക്സാമിനൊക്കെ ഒന്ന് പാസ് ആവണം. എന്തായാലും I wanna say thank you so much for coming here. എന്തായാലും what do you have to say about your father? ഭയങ്കരമായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. ഡാഡിച്ചനെ കുറിച്ച് എന്താ പറയാ, എൻ്റെ ഹീറോ എന്ന് തന്നെ പറയാം. കാരണം ഡാഡിച്ചനെ മൂവീസിൽ കണ്ടിട്ടാണ് എനിക്ക് മൂവീസിനോട് ഒരു പാഷൻ തോന്നിയതും ആക്ടിങ്ങിലേക്ക് തിരിഞ്ഞതും. ഞാൻ പ്രൊഫഷണലി ഞാൻ ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്. ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ചെന്നൈയിൽ. അതാണ് വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു, മൈക്കിൽ ഒരിക്കലും ഇങ്ങനെ തട്ടരുത്, ഹലോ ഷുഷ് ഷുഷ് എന്നൊക്കെ പറഞ്ഞു നോക്കണം എന്ന് പറഞ്ഞു. സ്റ്റീഫൻ ചേട്ടൻ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. സ്റ്റീഫൻ ചേട്ടൻ്റെ കോളേജ്, സ്റ്റീഫൻ ദേവസി, അതായത് കോളേജിലാണ് ഞാൻ പഠിച്ചത്, മ്യൂസിക് ലോഞ്ച് ചെന്നൈയിലുള്ള. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്, പക്ഷേ എനിക്ക് പാഷൻ മൂവീസ് തന്നെയാണ്, ആക്ടിംഗിലേക്കാണ് താല്പര്യം. ആൻഡ് എനിവേ ഐ ഹോപ്പ് യു റീച്ച് വെറെവർ യു വാണ്ട് ടു റീച്ച്. ആൻഡ് ആട് ഒരു ഭീകര ജീവിയാണ് എന്ന സിനിമയിൽ ഹാവ് യു ഡൺ എ സ്മോൾ ക്യാരക്ടർ?
അല്ലേ? യെസ്. സോ ഏതൊക്കെ സിനിമയിലാണ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്? കാറ്റ് എൻ്റെ 7ാമത്തെ മൂവിയാണ്. ഓക്കെ, വാട്ട് വാസ് യുവർ ഫസ്റ്റ് മൂവി? ഫസ്റ്റ് മൂവി വാസ് KQ. ഓക്കെ, യെസ് യെസ്. ബൈജു ചേട്ടൻ എൻ്റെ ഫസ്റ്റ് കസിൻ ആണ്. ഓ ഓക്കെ. അപ്പോൾ അദ്ദേഹം ഡയറക്ട് ചെയ്ത KQ ആണ് എൻ്റെ ഫസ്റ്റ് മൂവി. സെക്കൻഡ് സക്കറിയയുടെ ഗർഭിണികൾ. ഓക്കെ. അതിൽ റിമ ചേച്ചിയുടെ ബ്രദർ ആയിട്ട്, റിമ കല്ലിങ്ങളുടെ ഓ ബ്രദർ. യെസ്. അന്ന് ചെറിയ കുട്ടിയായിരുന്നു. +2 കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ഫൈൻ. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ്? അതിനുശേഷം ആടൊരു ഭീകരജീവിയാണ്. ഓക്കെ. അതിൻ്റെ അകത്ത് പരിഷ്കാരി എന്ന് പറയുന്ന ക്യാരക്ടർ. അതിനുശേഷം മക്ബൂൽ സൽമാൻ, ഞങ്ങൾ എല്ലാവരും ഒരു ചെറിയ പടം ചെയ്തു. തമിഴ് മൂവിയാണോ അത്? അല്ല, അത് മലയാളം തന്നെ. അപ്പുറം ബംഗാൾ ഇപ്പുറം തിരുവിതാംകൂർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെന്നൻ പള്ളാശ്ശേരി പറങ്കിമലയൊക്കെ റീമേക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ പടം. അതിനുശേഷം ഇടി ജയേട്ടന്റെ കൂടെ വീണ്ടും ഇടിയില് ചെറിയൊരു ബാങ്ക് റോബർ സാജിദ് കൂടെ. യെസ്, ഒബിയസ്ലി. പിന്നെ അതിനുശേഷം രക്ഷാധികാരി ബൈജു ലാസ്റ്റ് ഇറങ്ങിയത്. അതിൽ നല്ലൊരു വേഷം ചെയ്തു. അപ്പൊ പടം 100 days ഓടി അതിന്റെ ആഹ്ലാദത്തിലാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പൊ കാറ്റ്. ഐ ഹോപ്പ് ഈ കാറ്റ് മാസങ്ങളോളം വീശട്ടെ, നമ്മുടെ കേരളം ആകെ ആഞ്ഞടിക്കട്ടെ, കേരളത്തിൽ നിന്ന് നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇരിക്കൂ. ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുവിക്സ് കിഡ്സ് വെയർ. ഇനി അടുത്തൊരു വൺ മോർ ഡബ് സ്മാഷ് ആണ്. മുത്താരം കുഞ്ഞു പിയോ. സോറി, ഇത് കുഞ്ഞുങ്ങളുടെ ഷോ ആണ്. അപ്പൊ കുഞ്ഞിനെ ഞങ്ങൾ കുഞ്ഞാക്കും. ഓക്കെ, എന്നെ കൊച്ചാക്കരുത്. കൊച്ചാക്കാന്നുള്ളത് ഉണ്ണിച്ചേട്ടന്റെ സ്ഥിരം പരിപാടിയാണ്. എങ്ങനെയൊന്ന് കൊച്ചാക്കും? എനിക്ക് ആക്ച്വലി നാണമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, എന്നെ ഒന്ന് ചമ്മിപ്പിക്കാൻ പറ്റുമോ? അല്ല, നമ്മള് അതൊരു മിനിമം തൊലിക്കെട്ടി കുറവുള്ള ആൾക്കാരെ പറ്റുള്ളൂ. ഈ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയുള്ളവരെ കൊച്ചാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു കുലി. അല്ല, ഞാൻ കാര്യത്തിൽ പറഞ്ഞാണ്. എനിക്ക് ഒരു പ്രശ്നമില്ല. അതാ പറഞ്ഞത്. എത്ര കളിയാക്കിയോളൂ. അയ്യോ, എനിക്കങ്ങനെ ആരും കൊച്ചാക്കി ശീലമില്ല. അവളെ കൊച്ചാക്കിയാണ് എല്ലാവർക്കും. അവൾ സ്വയം കൊച്ചായി. എന്തായാലും കുഴപ്പമില്ല. കൊച്ചാക്കൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരും ഒരു പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്തായാലും ഇപ്പൊ ആരെയും കൊച്ചാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി ഇത്രയും കൊച്ചുങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഈ കൊച്ചുങ്ങൾ ചെയ്യുന്ന ഒരു കുഞ്ഞൊരു ഡബ് സ്മാഷ് കാണാം. മുത്താരം കുഞ്ഞല്ല, കുന്ന് പിയോ. എന്തായത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണം. എന്താ? ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. എടുത്തോട്ട് പോണോ? രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ആ ചായയല്ല ഈ ചായ. ഞാൻ കൊണ്ടുവന്ന ചായയാണ് ചായ. അല്ല, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്ലീസ്, ഇതൊന്ന് എടുത്തോണ്ട് പോകും. സാറ് കാശ് തരണമെന്നില്ല, പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം. ഞാൻ പറ്റുതരാം. നല്ല നല്ല ഉണ്ടക്കായ, നെയ്യപ്പം, മധുരസേവ. ആദായ വിലയ്ക്കാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ ഇത് എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചെറിയണോ? സാറേ, എന്താ? സമീപ പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന കത്തുകൾ ഇന്ന് തന്നെ മേൽവിലാസക്കാരന് കിട്ടുമോ? സമീപ പ്രദേശം എന്ന് പറഞ്ഞാൽ? ഇവിടെ വളരെ വളരെ അടുത്തുള്ള ഒരാക്കാ. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്തു. അല്ല, അത് വേണ്ട. എല്ലാതിന്റെ വകുപ്പിലൂടെ തന്നെ നടക്കണം, അതുകൊണ്ടാ. എങ്കിൽ പിന്നെ അങ്ങനെ ആട്ടെ. ഓഹോ. MK സഹദേവൻ. എന്താ സാറേ? ഒരു കത്തുണ്ട്. അയ്യോ, എനിക്കോ? ആര്? എവിടെ? നിനക്കെല്ലാം ആളുകൾ കത്തയച്ചു തുടങ്ങിയാടേ. ചുമ്മാ ചായ കുടിച്ചിരുന്നിട്ട് പോണേ. പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക, ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലടാ. കള്ളത്തരങ്ങൾ പറഞ്ഞു വരത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. എടാ ചീക്കക്കൊടവയറ, എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത 10,000 രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല.
അത് തിരിച്ചു തന്ന് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ ഞാൻ കുത്തിക്കൊല്ലും. ഇത് സത്യം, സത്യം, സത്യം എന്ന് നിന്റെ അന്തകൻ നകുലൻ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നു. അമ്പിളിച്ചേട്ടൻ ഒരു രക്ഷയില്ല. അമ്പിളിച്ചേട്ടൻ കൊലമാസ്. ഇവൻ ലെറ്റർ വായിച്ചിട്ട് ഇങ്ങനെ അത് നല്ലായിരുന്നു. അതൊക്കെ നല്ലായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ബോയ്സ്. സേ ബൈ ടു ദം. ടേക്ക് കെയർ. ലവ് യു. ബൈ. സീ യു. കാറ്റ് എന്ന സിനിമയുടെ രണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉണ്ണി ആൻഡ് മാനസ. അണിയറ പ്രവർത്തകരെ കുറിച്ചാണ് ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്. ഡയറക്ടർ അരുൺകുമാർ അരവിന്ദാണ്, ഞങ്ങളുടെയൊക്കെ സ്വന്തം അരുണേട്ടൻ. ഓക്കെ. അപ്പോൾ അരുണേട്ടൻ്റെ ബാക്കി മൂവീസ് എല്ലാം നോക്കുമ്പോൾ അറിയാം, ദേ ആർ ഓൾ ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടറുടെ കൂടെ ആസ് എ ന്യൂ കമർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയിക്കാൻ പറ്റിയത് എന്താ ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും സീൻ ഉണ്ടോ ഉണ്ണി വിച്ച് യു ഫെൽറ്റ് ആക്ട് ചെയ്തതിന് ശേഷം എല്ലാവരും വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് അങ്ങനത്തെ വല്ലതും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സീൻ ഉണ്ട് ഇതിൻ്റെ അത് ഏത് സീനാന്ന് പറയുന്നില്ല, അത് പടം കണ്ടു തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എനിക്ക് ഇതിൻ്റെ അത് ഒരു സീനല്ല, ഒരുപാട് സീനിലും ഞാൻ ആദ്യം എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമുക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവില്ല, അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ സീൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷേ അരുണേട്ടൻ സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ആസ് എ ഫിലിം മേക്കർ. നമ്മളത് പ്ലാൻ ചെയ്ത ഉണ്ണി നമുക്ക് അങ്ങനെയല്ല, ഉണ്ണി നമുക്കത് ഇങ്ങനെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കിയാലെന്ന് പറയുമ്പോൾ ശരിയാണ്, ഇതിനാണ് കുറച്ചുകൂടെ അരുണേട്ടൻ പറഞ്ഞതിനാണ് കുറച്ചുകൂടെ എഫക്റ്റ് ഉള്ളത്. ഈ പറയുന്ന അരുണേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് യെസ് ആൻഡ് ഈ അടുത്ത കാലത്ത് കോക്ടെയിൽ 1/2 എല്ലാ സിനിമകളിലും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫിംഗർ പ്രിന്റ് തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ. ആൻഡ് വെരി വെരി ബോൾഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പല ഡയറക്ടേഴ്സും ഇങ്ങനത്തെ സിനിമകൾ ചെയ്യണോ, റിസ്ക് അല്ലേ എന്ന് വിചാരിക്കുമ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കുന്നു എന്ന് മാത്രമല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പം ഡെഫിനറ്റ്ലി കാറ്റ് എന്ന സിനിമയിലും എന്തെങ്കിലുമൊക്കെ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. നിങ്ങൾക്കും ശരിക്കും ഒരു ബ്രേക്ക് തരാൻ പോകുന്നൊരു മൂവിയാണ് ഇതെന്ന് എനിക്ക് ഉറപ്പാണ്. ബട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും അപ്കമിങ് സീരിയസ് സ്റ്റാർസ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. സോ ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് co-powered by സുമിക്സ് കിഡ്സ്വെയറിലെ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ ഓഫ് യു ആൻഡ് ഓൾസോ ദീസ് ടു ലവ്ലി സ്റ്റാർസ് ഉണ്ണി ആൻഡ് മാനസ. मधुबन में जो कन्हैया किसी गोपी से मिले, कभी मुस्काए कभी छेड़े कभी बात करे, राधा कैसे न जले, राधा कैसे न जले, आग तन मन में लगे, राधा कैसे न जले, राधा कैसे न जले. मधुबन में भले कान्हा किसी गोपी से मिले, मन में तो राधा के ही प्रेम के हैं फूल खिले, किस लिए राधा जले, किस लिए राधा जले, बिना सोचे समझे, किस लिए राधा जले, किस लिए राधा जले. गोपियां तारे हैं चांद है राधा, फिर क्यों है उसको विश्वास आधा. कान्हा जी का जो सदा इधर उधर ध्यान रहे, राधा बेचारी को फिर अपने पे क्या मान रहे. गोपियां आनी जानी है, राधा तो मन की रानी है, गोपियां आनी जानी है, राधा तो मन की रानी है. सांझ सखारे जमुना किनारे, राधा राधा ही कान्हा पुकारे. ओए होए ओए होए. कान्हा का प्यार किसी गोपी के मन में जो पले, किस लिए राधा जले, राधा जले, राधा जले, राधा कैसे न जले, किस लिए राधा जले, राधा कैसे न जले,
इसलिए राधा जले राधा कैसे न जले, राधा कैसे न जले, राधा कैसे न जले. ശരിക്കും പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടില് ആളുകൾ മീൻ വിൽക്കാൻ വരും. പിന്നെ നമ്മളുടെ വീട്ടിൽ മറ്റേ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ബിസ്ക്കറ്റ് അതൊക്കെ വിൽക്കാൻ വരും. പിന്നെ തുണി അലക്കാനുണ്ടെങ്കിൽ ലോണ്ട്രിയുടെ ആൾക്കാരൊക്കെ വരും. ഐസ് ഫ്രൂട്ടി, പപ്പടം, മറ്റേ സോൺ പാപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വരും. ഇതിനിടയിൽ വേറെയും കുറെ ആൾക്കാരുണ്ട്. ഈ കത്തി മൂർച്ചയാക്കുന്നവരുണ്ട്, കൊട നന്നാക്കുന്നവരുണ്ട്. അപ്പൊ ഈ കൊട നന്നാക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ഏതെങ്കിലും ഒരു സിനിമ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ദാസേട്ടന്റെ ഏതെങ്കിലും ദാസനും വിജയനും അതിലേതെങ്കിലും സീൻ നമുക്ക് പറയാനറിയോ? ഏതെങ്കിലും ഡയലോഗ്സോ പറയാനറിയോ? പക്ഷെ നമ്മൾ മാത്രമല്ലോ കട്ടുറുമ്പുകളെ വിളിക്കും നമ്മൾ അവരെ. ഓ, അവര് കട്ടുറുമ്പുകളുടെ പെർഫോമൻസ് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് കട്ടുറുമ്പുകള് ഓൺ ടു ദി സ്റ്റേജ്. ഒരു കുട്ടി ഡബ് സ്പാഷ് ദാസനും വിജയനും. കോൺസ്റ്റബിൾ ഡയറി എടുക്കൂ, ആ ടേപ്പും എടുക്കൂ കോൺസ്റ്റബിൾ. എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന് ദൂരം അളക്കൂ. എത്രയുണ്ട്? ഒരു 3-3.5 അടി വരും. ഓ, ആ ഡയറിയിൽ രേഖപ്പെടുത്തു. കൊലപാതകയുടെ ഷട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട് സർ. അതുകൊണ്ട് അതൊരു തുമ്പാണല്ലോ. അത് തുമ്പാണോ തുമ്പയാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ബട്ടൺ പോലും ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഈ ഒരു ബട്ടൺ നോക്കി കൊലയാളിയെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മിസ്റ്റർ? ഫൂളിഷ്നെസ്. കോൺസ്റ്റബിൾ, തല മുതൽ കാല് വരെയുള്ള നീളം എത്രയാണെന്ന് അളക്കൂ. അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും. ഓക്കെ, എക്സ്ക്യൂസ് മീ. എന്താ? മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. കോൺസ്റ്റബിൾ എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല. തമിഴ്നാട് ക്രൈം ബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടറുമാണ്. അവിടെ ഇവിടെ അത് കൊട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ലടാ. ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഞാനും പ്രീ ഡിഗ്രി തോറ്റ നീ ഒരിക്കലും തൊഴിലാകില്ല. എടാ, CAD-യിൽ BCom CAD, പ്രീ ഡിഗ്രി CAD എന്നൊന്നുമില്ല. എല്ലാം CAD തന്നെ. ആവർത്തിച്ചാൽ ഞാൻ മഹാ തറയാകും. ഇനി എന്തോ തറയാകാൻ? നീ തറയാണ്. ഡ്യൂട്ടി ഫസ്റ്റ്. വാതിൽപ്പടിയിൽ കൊലപാതകയുടെ നിന്ന് സംശയിക്കുന്ന രക്തക്കറ ഉണ്ടായിരുന്നു. അത് മറ്റൊരു തുമ്പാണ് സാർ. രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അയച്ചോളൂ. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ വരുത്തിയത്. സാർ, ഞങ്ങളാൽ കഴിയുന്ന സഹായം. നോ, ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരും, അതനുസരിച്ചാൽ മതി. ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ചാലിന്റെ പേരെന്താണ്? അശോക് വർമ്മ. അശോക് വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര തൂക്കം ഉണ്ടായിരുന്നു? വെയിറ്റ്? അത് ഒരു 70-72. ഊഹം പറ്റില്ല, കൃത്യമായ വെയിറ്റ് വേണം. എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം. ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിടും. സാർ, കുത്തേറ്റാണ് വർമ്മ മരിച്ചത്. അപ്പൊ ഡമ്മി? അതൊന്നും നിങ്ങൾ അറിയണ്ട. എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി. ഡമ്മി ഒന്ന് പോരാ, 2 ആയിക്കോട്ടെ. അതെന്തിനാ? ഒന്ന് ചത്തയാൾ, മറ്റൊരു കൊന്നയാൾ. ഓ, അങ്ങനെ ആയിക്കോട്ടെ കോൺസ്റ്റബിൾ. സോറി, ശരി മിസ്റ്റർ വിജയൻ. പിന്നെ മരിച്ചാളിന്റെ കുറച്ച് ഫോട്ടോസ് വേണം. കൊന്നയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത്. കൊലയാളി ആരാണെന്ന് അന്വേഷിക്കാനല്ലേ CID നമ്മൾ വന്നത്? അല്ല, ശരിയാണ്. പക്ഷെ ഫോട്ടോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ. ഓക്കെ, തൽക്കാലം നമുക്ക് പോകാം. കമാൺ. മദിരാശിയിലെ എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കൊലപാതകി എത്ര സമർത്ഥരായാലും ഞങ്ങൾ അവനെ അകത്താക്കും. ഉട നന്നാക്കാനുണ്ടോ? ഉട നന്നാക്കാനുണ്ടോ? ഉട നന്നാക്കാനുണ്ടോ? ഉട നന്നാക്കാനുണ്ടോ? നന്നാക്കാനുണ്ട്. എന്താ, കേറണോ? പിന്നെ കേറാതെ. തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ വെറുതെ സമയം കളയലാവില്ലേ? നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായൊന്ന് അന്വേഷിച്ച് നോക്കാലോ. ഉട നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ. നീ നന്നാക്കൂ. ഇതൊക്കെ നിന്റെ ഐഡിയ അല്ലേ? നീ ഒന്ന് നന്നാക്കി നോക്ക്. തയ്ക്കാനെ പറ്റാണെങ്കിൽ പ്രശ്നമില്ല. നന്നാക്കണ്ട, കൊടയും ഇടുക്കി. നാട്ടിലില്ലാത്ത കൂലിയൊന്നും ചോദിക്കരുത്. കൂലി പ്രശ്നമല്ല, നിങ്ങൾ കൊടയും കിടക്കി. ഒടുത്തം വക്കാണത്തിനൊന്നും വയ്യ പറഞ്ഞേക്കാം.
ഇത്തിരി പണിയേ ഉള്ളൂ. ഒന്ന് രണ്ടിടത്ത് തയ്ക്കണം, ചക്കു മാറ്റണം, കുതിര ഒന്ന് ഒടിഞ്ഞിരിക്കുക, പിന്നെ ഈ തുണി ഇളയപ്പോഴൊന്ന് ശരിയാക്കണം, പിടി ഉറപ്പിക്കണം. അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ. കൂലി പറ. കൂലി പറയാൻ നിങ്ങൾ കൂടെ നല്ല തടിയും വണ്ണമുള്ള ഒരുത്തനെ കണ്ടിട്ടുണ്ടാ? താടി വെച്ച എന്തിനാ? നമുക്ക് വെറുതെ ഒന്ന് കാണാനെ കൊണ്ട്. തടിയും മണ്ണുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരാളെ പറയും. ആദ്യം കൂലി പറ. ആദ്യം നിങ്ങൾ ഇത് പറയും. ആദ്യം കൂലി പറയാൻ. നിങ്ങൾ എന്ത് തരും? അത് പറയും. 50 പൈസയുടെ പണിയേ ഉള്ളൂ. 75 പൈസ തരാം. സമ്മതിച്ചിരിക്കണം കൂടെ. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളിലെ നിങ്ങളല്ലേ ആഫീസർ. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണോ? ഇതിന്റെ പിടി പോയല്ല. പിടി ഉറപ്പിക്കണം. ഭാഗമാണ് കമ്പി അങ്ങോട്ട് പിടിച്ചാലേ ഇങ്ങോട്ട് പിടിക്കി. തുണി കയറിക്കോട്ടെ, കുഴപ്പമില്ല. എന്തോന്നാ ഇത്? ഞങ്ങള് കുട നന്നാക്കാൻ നടക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് നമ്മള് കുട നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരുത്തന്റെ താടി ഇളകി. ആ, ഏതോ കള്ളന്മാരാണെന്ന് തോന്നുന്നേ. ഇങ്ങനെ പല വേഷത്തിലും പകൽ വന്ന് സ്ഥലമൊക്കെ കണ്ടുവയ്ക്കും, എന്നിട്ട് രാത്രി കക്കാൻ ഇറങ്ങും. അയ്യോ എന്റെ ഈശ്വര! ഓടി വരണേ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഒന്ന് ഓടി വാ ശശി, ഒന്ന് ഓടി വാ. അയ്യോ കള്ളന്മാർ അകത്തോട്ട് കയറുന്നു. ഓടി വാ, ഓടി ശരിക്കും ഈ ദാസനും വിജയ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഐ തിങ്ക് നമുക്ക് ടോം ആൻഡ് ജെറി തൊട്ടേ ഉള്ളതാണ് ഇങ്ങനത്തെ കോമ്പിനേഷൻ. അതായത് 2 പേര് തമ്മിലുള്ള കെമിസ്ട്രി അത് എത്രയോ സിനിമകളിൽ ഇവർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദിസ് പെർഫോമൻസ്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ഫുൾ പവർ, ഫുൾ എനർജി, ഫുൾ ഓൺ. അല്ല, ഈ സീൻ എത്ര എവർഗ്രീൻ ആണോ അത്രയും തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ ഇതിവിടെ ചെയ്തു. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പം ഇനി അടുത്ത പെർഫോമൻസ് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? പറയണ്ട സീക്രട്ട് ആണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ടാറ്റാ, താങ്ക് യു, ബൈ. ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ ഒക്കെ പോകുമ്പോൾ ഈ കേസ് വാദിക്കുന്നവരും ഈ കേസിൽ പെട്ടിരിക്കുന്നവരൊക്കെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കേൾക്കാൻ ശരിക്കും നല്ല രസമാണ്. കാണുന്നവർക്ക് മനസ്സിലാവില്ല ഇതിൽ ആരാ സത്യം പറയുന്നത്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലേ? ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഇയാൾ എന്താ ഈ പറയുന്നതെന്ന്. സോ ഇതുപോലത്തെ ഒരു സീൻ നമുക്ക് സൂപ്പർമാൻ എന്ന സിനിമയില് ശോഭന ചേച്ചി ഒക്കെ ആയിട്ടുള്ള ഒരു സീനുണ്ട്. സോ അതാണ് ഇനി അടുത്തത് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ കുട്ടി കട്ടുറുമ്പുകൾ ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് വരാൻ പോവുകയാണ് ടു പെർഫോം ഫോർ ദിസ് മൂവീസ് ഡബ് സ്മാഷ് സൂപ്പർമാൻ. ഞാനും ഭാര്യയും കൂടെ 4 മണിക്ക്. നിങ്ങളും ഭാര്യയും കൂടി 4 മണിക്ക് ഷോപ്പിങ്ങിന് പോയിരിക്കായിരുന്നു. കോടതിയാണ് പതുക്കെ. തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. അപ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്നും കിട്ടിയതാണ് ഈ ആഭരണങ്ങൾ. അത് ഇക്കഴിഞ്ഞ് 29-ാം തീയതി വൈകിട്ട് 4-നും 5-നും ഇടയ്ക്ക് മോഷണം പോയി. Am I correct? That's all, Your Honor. Thank you, sir. PW2 സ്വർണ്ണലത. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. കോടതി മുൻപാകെ സത്യം മാത്രമേ പറയൂ. നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്നും തന്നതാണെന്നുള്ള സത്യമാണോ? സത്യമാണ്. ഉരുക്കാറുണ്ടോ? എന്ത്? സ്വർണം ഉരുക്കി പുതിയത് പണിയാറുണ്ടോന്ന്? ഇല്ല. കൊടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കൊടുക്കാറുണ്ടോന്ന്. എന്ത്? പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങാറുണ്ടോ? ഇല്ല. എന്തെങ്ങനെ ചെയ്യായിരുന്നു? പഴമയുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ. That's all, Your Honor. PW3 വിശ്വനാഥൻ. നിങ്ങളുടെ തൊഴിൽ എന്താണ്? ഞാനൊരു ജുവലറി ഉടമയാണ്. മിസ്റ്റർ വിശ്വനാഥൻ, ഇത് നിങ്ങളുടെ ജുവലറിയുടെ ഒരു പരസ്യമാണ്. 2 മാസം മുമ്പ് വന്നത്.
ഈ പരസ്യത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഏറ്റവും പുതിയ തരം ഫാഷനാണെന്നും പലതും മെഷീൻ കട്ടിങ്ങുമാണെന്നുമാണ്. ഇത് സത്യമാണോ അല്ല പരസ്യത്തിന് വേണ്ടി ചേർത്ത വെറും വാചകങ്ങളോ? ഒരിക്കലുമല്ല. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ്. ഈ ഡിസൈനിലുള്ള ആഭരണങ്ങൾ തന്നെയല്ലേ ദോ അവിടെ ഇരിക്കുന്നതും? അതെ. That's all, Your Honor. PW7 ഫിലിപ്പ് മാത്യു. എന്താണ് നിങ്ങളുടെ തൊഴിൽ? ബാങ്ക് മാനേജറാണ്. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഇത് ഇക്കഴിഞ്ഞ 27-ാം തീയതി എന്റെ ബാങ്കിൽ പണയം വെച്ചിരുന്നതാണ്. നോട്ട് ദിസ് പോയിന്റ്, യുവർ ഓണർ. എന്നാണ് ഇത് തിരിച്ചെടുത്തത്? 29-ാം തീയതി ഉച്ചയ്ക്ക്. താങ്ക് യു. ഇനി ഡെപ്യൂട്ടി കമ്മീഷണർ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയെ അനുവദിക്കണം. ഈ പ്രതിയെ നിങ്ങൾ അവസാനമായി കണ്ടത് എവിടെ വെച്ചാണ്? ആശുപത്രിയിൽ വെച്ച്. എന്തായിരുന്നു പ്രതിയുടെ അപ്പോഴത്തെ അവസ്ഥ? കുറച്ച് അവശനായിരുന്നു. അവശനെന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാട്ടോ. ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിയുടെ പറയാൻ പറ്റാത്ത മർമ്മഭാഗങ്ങളിൽ കാര്യമായ ചതവുകളും മുറിവുകളും ഉള്ളത് കൊണ്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തേ പറ്റൂന്നല്ലേ? അതെ. താങ്ക് യു. സോറി. താങ്ക് യു സർ. യുവർ ഓണർ, ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയവയല്ല എന്ന് വ്യക്തമാകുന്നു. അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറയപ്പെടുന്ന ആഭരണങ്ങൾ 8 വർഷം മുമ്പുള്ളതാണ്. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 2 മാസം മുമ്പ് മാത്രം വിപണിയിൽ വന്നതാണ്. 29-ാം തീയതി വൈകുന്നേരം 4-നും 5-നും ഇടയ്ക്ക് ആഭരണങ്ങൾ മോഷണം പോയി എന്നാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഭരണങ്ങൾ 27-ാം തീയതി ബാങ്കിൽ പണയം വെച്ചതായി തെളിഞ്ഞു കഴിഞ്ഞു. 6 മണിക്ക് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ആഭരണങ്ങൾ കാണുന്നു. തുടർന്നൊരു കള്ളക്കഥയുണ്ടാക്കി 7 മണിക്ക് പ്രതിയുടെ മേൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം ആഭരണങ്ങളുടെ യഥാർത്ഥ അവകാശി പ്രതിയാക്കപ്പെട്ട ഈ ഉള്ളവനാണെന്നും PW1 മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കള്ളക്കഥയാണെന്നും വ്യക്തമാകുന്നു. നിരപരാധിയും അനാഥനുമായ ഒരു യുവാവിന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ പിടിച്ചുപറിക്കുന്നതിനായി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവശനാക്കുകയും അയാളുടെ ആരോഗ്യനില പോലും തകർക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളണമെന്നും നിരപരാധിയായ പ്രതിയെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ നൽകാൻ പറ്റിയ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയെ അനുവദിക്കണം. ഗ്രാൻഡഡ്. താങ്ക് യു, യുവർ ഓണർ. PW10. എന്താണ് തൊഴിൽ? പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് തൊഴിൽ? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഞാൻ ഈ കോടതി പറഞ്ഞെല്ലാം വ്യക്തമായിട്ട് കേട്ടില്ലേ? എല്ലാം കേട്ടു. ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണോ? താങ്ക് യു. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല, യുവർ ഓണർ. അല്ല, ശരിയാണ്. ശരിയാണ് സാർ. അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില ഇവിടെ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇയാളാ കുഴപ്പിച്ചത്. ഇയാളുടെ മൊഴിയായിപ്പോ ഏറ്റവും വലിയ കുഴപ്പമായിരിക്കണത്. അതവരെ ചുറ്റി വളച്ചു തിരിച്ച് സ്ട്രൈറ്റ് ആയിട്ട് ചോദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞാ പോരെ? അത് പിന്നെ ഒരു കള്ളന്റെ ചോദ്യം ഒരു സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കില്ലേ? പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത്. ഇഡിയറ്റ്. എന്നെ തന്റെ കാര്യം പോക്കാ. കേസ് ആകെ തിരിച്ചു. ഇപ്പോ പ്രതി അവനല്ല, താനാ. ഈ കേസ് ഇനിയും മുറിയാ താൻ അകത്ത് പോകും. രക്ഷിക്കാൻ എനിക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല. ഹലോ മിസ്റ്റർ ഓണർ, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി. എല്ലാവരുടെ ടൈമിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്ക് ഒരാളുടെ പെർഫോമൻസ് കുറച്ച് കൂടുതൽ ഇഷ്ടമായത് ജഗദീഷിന്റെ പെർഫോമൻസ് ആണ്. ആ കണ്ണ് വെച്ച രീതി, വായ മറ്റേ ചൂടായതുകൊണ്ട് AC അതൊന്ന് കാണിച്ചു. സൂപ്പർ പെർഫോമൻസ്. എല്ലാരും നന്നായി ചെയ്തു. പിന്നെ ജയറാമേട്ടന്റെ പെർഫോമൻസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ എന്തായാലും ഓവറോൾ വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദിസ് പെർഫോമൻസ്? അമേസിംഗ്. അമേസിംഗ്. അപ്പൊ എല്ലാരും താങ്ക് യു പറയൂ. ബൈ പറയൂ. ബൈ പറയൂ. ഈസ്റ്റേൺ കട്ടുറുമ്പിന്റെ ഈ വേദിയിൽ ധാരാളം കുഞ്ഞു കുഞ്ഞു കട്ടുറുമ്പുകൾ വന്നും പോയി ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ സെലിബ്രിറ്റീസിനെ പോലെ തന്നെ അവർ വരും, ചാറ്റ് സെക്ഷനിൽ ഭയങ്കര പെർഫോമൻസ് ഒക്കെ തരും. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചോദിച്ചറിയുകയൊക്കെ ചെയ്യും. അതിനുശേഷം അവർ ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകും. ചില കട്ടുറുമ്പുകൾ അതിനുശേഷം സ്റ്റേയും ചെയ്യാറുണ്ട്. സോ എന്തായാലും ഇന്ന് നമുക്കൊരു വളരെ സ്പെഷ്യൽ കട്ടുറുമ്പാണ്. അങ്ങ് ദൂരെ ദൂരെ ദുബായിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് അഷ്മിത് ആര്യൻ ആണ്. ആൻഡ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ 3 വയസ്സ് തൊട്ട് തന്നെ ഗ്ലോബൽ വില്ലേജിൽ അവിടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പം 3 വർഷമായിട്ട്
ഹീസ് ബിൻ ഡാൻസിങ് ദയർ. അപ്പോൾ ഹീസ് എൻ അമേസിംഗ് ഡാൻസർ എന്നുള്ള കാര്യം മനസ്സിലായി. ബാക്കി കാര്യങ്ങൾ നമുക്ക് അഷ്മിത്തിന്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. ലെറ്റ്സ് ഇൻവൈറ്റ് അഷ്മിത് ആര്യൻ. വെൽക്കം ടു ഈസ്റ്റേൺ കട്ട്റുമ്പ്. നിങ്ങളെ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എവിടുന്നാ വരുന്നത് ഒന്നും കൂടി പറയൂ. ദുബായ്. അഷ്മിത് ആര്യൻ എന്നാണ് പേര് അല്ലേ? ഈ പേരിന്റെ അർത്ഥം എന്താണ്? ഭയങ്കര ഒരു പേരാണല്ലോ, സ്ട്രോങ്. സ്ട്രോങ്. അപ്പൊ അഷ്മിത്തിന് എപ്പോഴാണ് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത്? ഏത് വയസ്സിലാ? 3 വയസ്സിൽ. അതാരാന്ന് കണ്ടോ? ഉണ്ണി ആൻഡ് ആ ചേച്ചിയുടെ പേരെന്താന്ന് ചോദിക്കാം. വാട്ട്സ് യുവർ നെയിം? മാനസ. മാനസ. ആ ചേട്ടന്റെ പേരെന്താന്ന് ചോദിക്കാം. ചേട്ടന്റെ പേരെന്താ? ഉണ്ണി. ശരിക്കും ഇതിൽ ആരെ കണ്ടാലോ ഡാൻസറിനെ പോലെ ഉള്ളത്? ആ ചേട്ടനാ. ചേട്ടൻ ഡാൻസ് ചെയ്യോ? വേണമെങ്കിൽ ചെയ്യും. വേണമെങ്കിൽ ചെയ്യും. അവിടെ ആരാ വന്നിരിക്കുന്നത്? അവിടെ ആ ചെയറില് അച്ഛനും അമ്മയും. അച്ഛന്റെ അമ്മയുടെയും പേരൊക്കെ എന്താണ്? ഹലോ അച്ഛാ. ഹലോ അമ്മേ. അപ്പൊ ദുബായിന്ന് എപ്പോഴെത്തി നിങ്ങൾ രണ്ടുപേരും? 3 പേരും? 3 ദിവസമായി. 3 ദിവസമായി. അപ്പൊ കട്ട്റൂമിന് വേണ്ടി മാത്രമായിട്ട് വന്നാണോ? സോ വൈ ഡോണ്ട് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? പേരെന്താണ് സാറിന്റെ? പ്രശാന്ത്. പ്രശാന്ത് ആൻഡ് ശ്രീകല. ശ്രീകല. സോ എന്താണ് മകൻ ഇങ്ങനെ ഡാൻസിങ് ഇപ്പം എന്തായാലും ഒരു സെലിബ്രിറ്റിയുടെ ഒപ്പം ഡാൻസ് ചെയ്യാൻ പോവാണ് ഇപ്പം? അവന് ചെറുതിലെ എന്താ പറയാ അവന്റേതായ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിപ്പം. ഇതല്ലേ ഈ സാധനം. അവന് എന്ത് സ്റ്റെപ്പ് ഇട്ടാലും ഒരു സ്റ്റൈല് തോന്നും. ഇതാണ് നിന്റെ സ്റ്റൈല്. ഇവിടെ വന്നപ്പോ തന്നെ ഇത് ഇങ്ങനെ കാണിച്ചു വന്ന ഒരു ചേട്ടനാണ് ആ ചേട്ടൻ. അപ്പൊ ഈ യോയോയും പീസും എല്ലാം കൂടി ചേർന്ന് എന്താ പറ്റാൻ പോണേ നമുക്കറിയില്ല. പക്ഷെ ഒരു പാട്ടിട്ട് കൊടുക്കാം, അത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അടിപൊളി അടിപൊളി സൂപ്പർ പൊളിച്ച്. ഓ ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇവിടെ വന്നിക്കും 3 പേരോട് വന്നിക്കും. അപ്പൊ എന്തായാലും ഇപ്പം ഇനി ഒറ്റയ്ക്കുള്ളൊരു ഡാൻസ് ഇദ്ദേഹത്തിന്റെ നമുക്ക് കണ്ടേ. ബിക്കോസ് അത് പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഏത് പാട്ടിനാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്? നോക്കി 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 നിന്നു കാത്തു 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 നിന്നു മന്ദാരപ്പൂ മന്ദാരപ്പൂ വിരിയണപ്പോഴാണെന്ന് നോക്കി 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 നിന്നു കാത്തു 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന് മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന് തെക്കന്നം കാറ്റിനും അറിയില്ല ഉത്രാടത്തുമ്പിക്കും അറിയില്ല ചങ്കാലിപ്രാവിനും അറിയില്ല ആർക്കും അറിയില്ല നോക്കി 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 നിന്നു കാത്തു 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന് മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്
ഞങ്ങൾ നോക്കി അങ്ങോട്ട് ഇരുന്നു പോയി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും വി വാണ്ട് ഇൻവൈറ്റ് ദ പേരൻസ് ഓൺ ടു ദ സ്റ്റേജ്. സോ അശ്മിത് ആര്യൻ, സ്ട്രോങ് ആണ്, ബോയിന്റെ പേര് തന്നെ സ്ട്രെങ്ത് ആണ്. സ്ട്രോങ് ആൻഡ് നോബിൾ. സ്ട്രോങ് ആൻഡ് നോബിൾ എന്നാണ്. ഓക്കെ, അമ്മയുടെ കാര്യം ഒന്ന് ചോദിക്കാനാണ്. സോ വാട്ട് ഡു യു ഡു? വർക്കിംഗ് ആണോ? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. സോ ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി ഇൻ ദുബായ്? ഹാപ്പി ആണ്. ആൻഡ് വാട്ട് അബൌട്ട് യു സർ? വാട്ട് ഡു യു ഡു? ബിസിനസ് ആണ്. ഇവിടെ ദുബായ് ബേസ്ഡ് ആണ്. അജ്മാൻ. കേരളത്തിൽ നിങ്ങളുടെ വീട് എവിടെയാണ്? വേറെ മാഹിയിലാണ്. മാഹിയിലെ പെൺപിള്ളേരെ കണ്ടിക്കാ. ആ പാട്ട് അറിയോ നിനക്ക്? അമ്മയ്ക്ക് അറിയാൻ തോന്നുന്നു. അമ്മയ്ക്കറിയാം. എനിക്കറിയാം. അമ്മയ്ക്കറിയാം. ഒന്ന് പാടാൻ പറയോ ഉണ്ണി? എന്റെ വീട് തലശ്ശേരിയാണ്. അതുകൊണ്ട് മാഹിയിലെ പെൺപിള്ളേരെ കണ്ടിക്കാ? അച്ഛൻ കണ്ടിട്ടില്ലേ? വാ പോവാം, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പക്ഷെ പോകുന്നതിന് മുമ്പ് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് തരാൻ. പെൺപിള്ളേരെ വാ, ആൺപിള്ളേരെ വാ. സർപ്രൈസ്. എനിക്ക് സർപ്രൈസാ? എനിക്ക് താങ്ങാനുള്ള ശക്തിയുണ്ട്. ഉമ്മ തന്നു എനിക്ക് അവൻ. കിസസ്. ഒരു ഉമ്മ തരട്ടെ. സോ നമ്മളൊരു ഫ്ലൈയിങ് കിസ് ആയിരുന്നു അല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മളുടെ 2 അടിപൊളി ഗസ്റ്റുകളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അവർക്കും എന്തോ തരാനുണ്ട്. ഉണ്ണി, ആക്ച്വലി ഞങ്ങളുടെ കട്ട്റൂമിൽ വരുന്നവർക്കൊക്കെ ഈ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ, കുട്ടികളായാൽ അവർക്ക് ടോയ്സ് വേണം. ടോയ്സ് ആയാൽ അത് ടെഡിബെയർ ആയിരിക്കണം. അങ്ങനെ ഒരു പാട്ട് വരെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയായാൽ ടോയ്സ് വേണം. ആ പാട്ട് അറിയാം അമ്മയ്ക്ക്? അറിയില്ല. എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടില്ല, ഞാൻ ചുമ്മാ അറിയാം. ഓക്കെ, അപ്പം എന്തായാലും കിസ്സസ് അല്ല വേണ്ട, നിങ്ങൾക്ക് തരാൻ എനിക്ക് നാളെ വരുന്നടാ, നാളെ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഈസ്റ്റേൺ കട്ട്റുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയറിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇതാ കിസ്സസും മുട്ടായും ഒക്കെ ആയിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഇവരുടെ കാറ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഇസ് റിലീസിങ് ആൻഡ് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി കാണണം. ദുബായിൽ റിലീസ് ഉണ്ടാവോ? ദുബായിൽ റിലീസ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് ഗോണ ബി an amazing മൂവി. അപ്പൊ എല്ലാരും ഒരു ബൈ പറഞ്ഞേ. ആ പാട്ടൊന്നിടൂ, ഒന്നുകൂടി ഡാൻസ് കളിക്കണം. ഉണ്ണി വേഴ്സസ് അശ്മിത്. കളിച്ചോ അവന്റെ എല്ലാരും ഇങ്ങനെ നിൽക്കുക. എല്ലാരും ഒരുമിച്ച് എല്ലാരും ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇനി സ്റ്റെപ്പ്. മൂന്ന് കളറ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നൈറ്റ് കളറ് ബ്ലാക്ക് അവൻ പാട്ട് നിർത്ത് ഓളാം. ആരോട് ചോദിച്ചിട്ട് ഓള അമ്മായിനെ കൊണ്ട് പാടിക്കൊല്ലേ? എന്റെ പേര് ഫറാസ്. കണ്ട എന്ത് നല്ല പേരാ നോക്ക്. ഫ്ലവേഴ്സ് അല്ല ഫറാസ്. ആരും അത്ര നകളിക്കൊന്നും വേണ്ട.
IMF നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ് നീ നിന്റെ 65 വയസ്സുള്ള അമ്മമ്മേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തൽ എഴുതും. അടിക്കരുത്, എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ. മകര വിളക്ക് കണ്ട്